മൂലം, പൂരാടം, ഉത്രാടം കാൽ വരുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം കണ്ടകശേനിക്കാലമാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ നല്ല സ്ഥിതി ഇവർക്ക് കാര്യമായ ദോഷങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല. എങ്കിൽ ഈ വർഷം ജൂൺ 2 വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും നഷ്ടങ്ങൾ വരുത്തിവെക്കുന്ന ഒരു കാലം തന്നെയാണ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ, കടബാധ്യത ഇവയെല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെ ധനപരമായി മുന്നോട്ട് പോകേണ്ടതാണ്. തൊഴിൽ രംഗത്ത് ഇവരെക്കുറിച്ച് അപവാദങ്ങൾ, ശത്രുക്കൾ ഇവർക്കെതിരെ അപവാദങ്ങൾ ഉണ്ടാക്കുകയും തൊഴിൽ നഷ്ടം വരാനും സാധ്യതകൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മുഖേന അപവാദങ്ങൾ, അതായത് ചെയ്യുന്ന വർക്ക് കംപ്ലൈൻറ്റുകൾ വരുന്നൊരു സ്ഥിതിയും ഈ വർഷക്കാലം ഇവരെ തേടിയെത്തുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വാഹനം മുതലായവ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ ഉണ്ടാകാനിടയുണ്ട്. വീഴ്ചകൾ, മുകളിലെല്ലാം കയറി ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. വീഴ്ചകളെല്ലാം വരുന്ന ഒരു വർഷക്കാലമാണ്. എല്ലാ തരത്തിലും ഭാഗ്യഹീനമായ ഒരു വർഷമാണ്. എല്ലാത്തിനും ഒരു ശ്രദ്ധ, കരുതൽ പുലർത്തേണ്ട ആവശ്യകത ഇവർക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം പരിഹാരാർത്ഥം ഭാഗ്യസുക്തം പതിവായി ജപിക്കുക, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, ശബരിമല ദർശനം, വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്താർച്ചന, പാൽപായസം, കദളിപ്പഴം, തൃക്കൈവെണ്ണ ഇവയെല്ലാം സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം, വ്യാഴസ്തോത്രം ഇവയെല്ലാം ജപിക്കുക. ജാതകത്തിലെ ദേശാകാലം കൂടി മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി തേടേണ്ടതാണ്. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു കൃത്യമായി പരിപാലിക്കുക. കാരണം ഇത്രയും ഒരു മോശപ്പെട്ട കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ വാസ്തു പരിപൂർണ സ്ഥിതിയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ദോഷകാഠിന്യത്തെ കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വാസ്തു കൃത്യമായി പരിപാലിച്ച് ഈ ദോഷകാഠിന്യം എല്ലാവർക്കും കുറയ്ക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും വിഷു ആശംസകൾ.